Hi all, welcome to M-Favor Learning App YouTube channel. Myself Sipin Urdin, Food Safety Officer, Kerala PSC category number 006/2024. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും അവരുടെ PSC പ്രൊഫൈൽ വഴി നേരിട്ട് അപേക്ഷിക്കേണ്ട അവസാന ദിനം 2024 ഏപ്രിൽ 3 അവസാന ദിനത്തിനായി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കുക. സിലബസ് സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ആണ്. നിങ്ങളേവരും പഠിക്കേണ്ടത് ഞാൻ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ അറിഞ്ഞു തന്നെ മുന്നോട്ട് പോവുക. സിലബസിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേയായി നിങ്ങൾക്ക് സഹായകരമാവുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. M-Favor ലേണിംഗ് ആപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിനായിട്ട് ഷുവർ ഷോട്ട് എക്സാം ക്രാക്കർ കോഴ്സ് ആരംഭിക്കുകയാണ്. അതായത് നമ്മൾ പറയുന്ന രീതിയിൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തി, ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അത്തരക്കാർക്ക് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഇല്ലാതെ പഠിച്ചു പോകാൻ ഡെയിലി സ്റ്റഡി പ്ലാൻ, അത് പ്രകാരം ലൈവ് ക്ലാസ്സുകൾ, അതായത് പഴയ റെക്കോർഡ് സെഷൻസ് അല്ല, പുതുപുത്തൻ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള PSCയുടെ പുത്തൻ രീതികൾക്കനുസൃതമായ ലൈവ് ക്ലാസ്സുകൾ. ഇനി ലൈവ് കൃത്യസമയത്ത് കാണാൻ അസൗകര്യമുള്ളവർക്ക് എല്ലാ ലൈവ് ക്ലാസ്സുകളുടെയും റെക്കോർഡിങ്ങും അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് ജോലി ചെയ്യുന്നവർക്കായാലും അല്ലാത്തവർക്കും എനി ടൈം വാച്ചബിൾ, ഏത് സമയത്തും കാണാവുന്ന തരത്തിലാണ് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ക്ലാസ്സുകളുടെയൊക്കെ നോട്ടുകൾ പൂർണ്ണമായിട്ടും PDF ആയി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. കൂടാതെ മോക്ക് ടെസ്റ്റ് സീരീസ്, പഠിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വീക്ക്ലി എക്സാം ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 100 മാർക്കിൻ്റെ ടെസ്റ്റ് സീരീസ് പിന്നീട് വരുന്നുണ്ട്. മെൻറ്റർഷിപ്പ്, ഗൈഡൻസ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആക്സസ് ആണ് കിട്ടുന്നത്. അതായത് M-Favor ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതുമല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ ഐഫോൺ വഴിയോ www.mfavor.com വഴിയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. മൾട്ടിപ്പിൾ ആക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ സൗകര്യത്തിന് അനുസരിച്ച് പഠിക്കാം. പക്ഷേ എന്ത് പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള ഒരു സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജിയുമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 500 പേർക്ക് കോഴ്സിൽ 50% ഡിസ്കൗണ്ട് ഉണ്ട്. യഥാർത്ഥ ഫീസ് 10,000 ആണ്. 5,000 പേ ചെയ്തുകൊണ്ട് തന്നെ 50% 5,000 മാത്രം പേ ചെയ്യാം. എക്സാം വരേക്കും നിങ്ങൾക്ക് കോഴ്സ് വാലിഡിറ്റിയോടുകൂടി കൃത്യമായ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ പോകുന്നവർക്ക് ഉറപ്പായും റാങ്ക് ലിസ്റ്റിൽ വരാം. നിങ്ങളുടെ വിജയമാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ കട്ടയ്ക്ക് നിൽക്കാം. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് 9747201900 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളും മറ്റുമെല്ലാം അറിയാൻ സാധിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മുടെ ഈ ഒരു സിലബസ്, അതുപോലെ തന്നെ FSO പരീക്ഷയ്ക്കായുള്ള നോട്ടുകൾ ലഭിക്കുന്നതിനായിട്ട് M-Favor കേരള PSC എന്ന ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. 1,00,000-ലധികം പേർ സൗജന്യമായി അവിടെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കും അവരിൽ ഒരാളാകാം. ഇതിനായിട്ട് ടെലിഗ്രാമിൽ M-Favor കേരള PSC എന്ന് സെർച്ച് ചെയ്യാം. നേരിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയേക്കാം. അപ്പോൾ സിലബസിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ 70 മാർക്ക് സബ്ജക്റ്റ് ഓറിയൻറ്റഡും 30 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, മാത്സ്, ഇംഗ്ലീഷ് എന്നിങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇത്തവണ ആ 30 മാർക്ക് ഒഴിവാക്കുക. 100 മാർക്കും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 100 മാർക്കും സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ തവണ ഒബ്ജക്റ്റീവ് പരീക്ഷയിലൂടെ നിങ്ങൾക്ക് കട്ട് ഓഫ് കടന്ന് മുന്നേറിയാൽ പിന്നീട് വരുന്നത് ഇൻ്റർവ്യൂ ആണ്. നിങ്ങളുടെ മുന്നിൽ പിന്നീട് വരുന്നത് ഇൻ്റർവ്യൂ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉൾപ്പെടെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് താനും. അതാണ് പറഞ്ഞത്, പരീക്ഷ അവസാനം വരെയും ഈ കോഴ്സിൽ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ട്. എങ്ങും നിങ്ങളെ പോകാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുക, നമ്മളും അതിനനുസരിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇത്തവണ നമുക്ക് സിലബസിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വെറ്ററിനറി സയൻസും അഗ്രികൾച്ചർ സയൻസും ഡയറി ടെക്നോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടാവും. അവർക്ക് ഈ ഒരു പരീക്ഷയിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങളുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. കൂടുതൽ ചോദ്യങ്ങളും ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഫുഡ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി,
അതുമായി ബന്ധപ്പെട്ട് വരുന്ന അലൈഡ് ലോസ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങൾ, പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ട്സ് അല്ലെങ്കിൽ റൂൾസ്, ഇതിനെപ്പറ്റിയൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. മാത്രമല്ല ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി, ഈ ഒരു ഏരിയയിൽ നിന്നും കാര്യമായ മാർക്കുകൾ കഴിഞ്ഞ 2-3 പരീക്ഷകൾക്കും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനീ പറഞ്ഞ അവസാനത്തെ ഫുഡ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി, അതുപോലെ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി എന്നീ ഏരിയ തറോ ആയിരിക്കണം. അതും വലിച്ചു വാരി, ഈ സിലബസിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ വലിച്ചു വാരി പഠനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും നമുക്ക് റാങ്ക് പിടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ പഠിക്കണം. അതായത് എക്സാം രീതിക്കനുസരിച്ച് പഠിക്കണം. നമ്മൾ ഒരു എസ്സേ എഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ സാധാരണ ഡിസ്ക്രിപ്റ്റീവ് മോഡിലല്ല പഠനം കൊണ്ടുപോകേണ്ടത്, ഒബ്ജക്റ്റീവ് മോഡിലാണ്. ഡിസ്ക്രിപ്റ്റീവ് മോഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1-1.5-2 വർഷം എടുക്കും പഠിച്ചു തരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റീവ് മോഡിൽ, എന്നാൽ കാര്യങ്ങളൊക്കെ തറോ ആയിരിക്കണം, കോൺസെപ്റ്റൊക്കെ ക്ലിയർ ആയിരിക്കണം. ആ രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കോഴ്സ്. ശ്രദ്ധിക്കാം എന്തൊക്കെയാണെന്ന് നോക്കിയേ. സിലബസിൽ ഏറ്റവും പ്രധാനമാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുഡ് ടെക്നോളജിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായ ചോദ്യങ്ങളുടെ എണ്ണം 15 അല്ലേ? പക്ഷേ എപ്പോഴും കേരള PSCയുടെ ഒരു രീതി എന്ന് പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നാലും ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് അനുസൃതമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല. ബട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേരള PSCയുടെ ചോദ്യ രീതികൾ കണ്ടുകൊണ്ട് പറയുകയാണ്, ഫുഡ് ടെക്നോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫുഡ് പ്രോസസ്സിങ് അല്ലേ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഫുഡ് പാക്കേജിങ്, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കണ്ടമാനം കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറി ടെക്നോളജി കഴിഞ്ഞ തവണ 5 മാർക്കായിരുന്നു. ഇത്തവണ ഡയറി ടെക്നോളജിക്ക് മാർക്ക് കൂടുമെങ്കിലും, കാരണം ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ 30 മാർക്ക് എടുത്ത് കളഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാർക്കുകളുടെ എണ്ണം വർദ്ധിക്കും, ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഏകദേശം അതിനനുസരിച്ച് തന്നെ പറയാൻ പറ്റും. ഒരു 7-8 ചോദ്യങ്ങൾ ഡയറി ടെക്നോളജിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വെറ്ററിനറി സയൻസ് വന്നിട്ട് ഇതുപോലെ 7-8 ചോദ്യങ്ങൾ സംഭവിക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്കൊരു 18-20 ചോദ്യങ്ങൾ, അതായത് നമ്മൾ നേരത്തെ ഫുഡ് ടെക്നോളജി പറഞ്ഞ പോലെ തന്നെ ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസിൽ നമുക്കൊരു 18-20 ചോദ്യങ്ങൾ ഈച്ച് ഓരോ ഭാഗത്തു നിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു ഏരിയയാണ് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്. ഇതിൽ നിന്നും ഒരു 16-18 ചോദ്യങ്ങൾ ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസിൽ നിന്നും ചോദിക്കും. ഇനി മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ് ഏകദേശം 15 മാർക്ക് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്നും ചോദിക്കുന്നുണ്ട്. അതാണ് മൈക്രോബയോളജി, ബയോടെക്നോളജി ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചവർക്ക് ബയോടെക്നോളജിയിൽ നിന്നും മുഴുവൻ 15 ചോദ്യങ്ങൾ ഉണ്ടാവണമെന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബയോളജിയും അതുപോലെ തന്നെ ബയോടെക്നോളജിയും മറ്റ് മെഡിക്കൽ ആസ്പെക്ട്സും എല്ലാം കൂടെ ചേർന്നാണ്. ചിലപ്പോൾ ബയോടെക്നോളജിയിൽ നിന്ന് ചിലപ്പോൾ 4-5 ചോദ്യങ്ങൾ, 3-4 ചോദ്യങ്ങൾ മാത്രമേ കാണത്തുള്ളായിരിക്കാം. ബാക്കിയുള്ള കൂടുതൽ ചോദ്യങ്ങൾ മൈക്രോബയോളജിയിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കേരള PSC മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവന്നാൽ കൂടിയിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റേജ് നോക്കാം. പക്ഷേ ആ വെയിറ്റേജ് നോക്കി നിങ്ങൾ പഠിക്കുമ്പോൾ ഇത്ര ചോദ്യങ്ങൾ ഇവിടെ നിന്നും ഉണ്ടാകുമെന്ന് കേരള PSC പറയുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉണ്ടാകണമെന്നില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നുണ്ട്. എല്ലാ പരീക്ഷകൾക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അഗ്രികൾച്ചറൽ സയൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്നും നമുക്കൊരു 7-8 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സിലബസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇത് ഞാൻ ടെലിഗ്രാം ചാനലിൽ നൽകിയേക്കാം. ഈ ഒരു സിലബസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ കൂടിയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ എന്തെങ്കിലും ഒരു അഡീഷനോ എന്തെങ്കിലും ഒരു റിമൂവലോ മാത്രമേ കേരള PSC ഈ ഒരു സിലബസിൽ നിന്നും, ഞാൻ ആ കേരള PSC പ്രസിദ്ധീകരിക്കാൻ പോകുന്ന സിലബസിന് സമാനമായ ഒന്നാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷേ 100 മാർക്കും സബ്ജക്റ്റീവ് ആയിട്ടാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. വെറ്ററിനറി സയൻസും അഗ്രികൾച്ചറൽ സയൻസ് ഒക്കെ എടുത്തിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓരോ ഭാഗത്തു നിന്നും 7-8 മാർക്ക് തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഇവിടെ ഞാനിപ്പോഴും പറയുന്നു, ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതും തുടക്കം മുതൽ നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നതും ഫുഡ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ലോസ്, അതുപോലെ തന്നെ
ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി പോലുള്ള ഏരിയ തന്നെയാണെന്നുള്ളത് എടുത്ത് പറയണം. കാരണം മാർക്ക് സ്കോർ ചെയ്യേണ്ട ഏരിയകൾ ആദ്യമേ നമ്മളങ്ങ് പിടിച്ചെടുക്കുകയാണ്. ആദ്യമേ നമ്മൾ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഒരു കോൺഫിഡൻസ് ആണ്. എക്സാം ഡേറ്റ് എന്ന് വന്നാലും, എക്സാം ഡേറ്റ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് 6 മാസത്തിനുള്ളിൽ എക്സാം ഡേറ്റ് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും കേൾക്കുന്ന സമയം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. യെസ്, നമ്മളൊരു ചങ്ക് പാർട്ട് പഠിച്ചെടുത്തിരിക്കുകയാണ്, അല്ലേ, നമ്മൾ ഹൈലി കോൺഫിഡൻ്റ് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ചെറിയ മാർക്ക് അല്ലെങ്കിൽ കുറച്ച് വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഭയമായിരിക്കും. കാരണം കുത്തിയിരുന്ന് വീട്ടിൽ പഠിക്കുന്നവരായിരിക്കത്തില്ല നിങ്ങളിൽ പലരും, വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ പിന്തുടർന്ന് ഇത്തവണ നമ്മൾ എന്ത് ചെയ്യും? ഇത്തവണ നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുമെന്നുള്ള 100% ഉറപ്പ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. എന്ത് ഡൗട്ടിനും നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല മറ്റെന്ത് ഡൗട്ടുകൾക്കും നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.